ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. പുട്ടിൽ പലതരം അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, റാഗി, ചോളം, അങ്ങനെ പല പല പലതരം അല്ലേ. ഇന്നത്തെ എൻ്റെ പുട്ട് വിഭവം ഉണ്ടല്ലോ നല്ല അവൽ കൊണ്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. ചുമന്ന അവലാണ് ഞാൻ എടുത്തേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള എടുക്കാം, പക്ഷെ ചുമന്ന അല്ല അവലാണ് കൂടുതൽ രുചി. ഓക്കെ, പേപ്പർ അവലല്ല, ഇച്ചിരി ചെറുതായിട്ട് കട്ടിയുള്ള ഈ അവലാണ് കേട്ടോ. വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അതായത് നമ്മൾ പുട്ടുപൊടിയുടെ ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു തെരുതെരുപ്പ് അതന്നെ, അതാണ് നമ്മുടെ പരുവം. ഇതൊരു ബൗളിലേക്ക് ആക്കി ആവശ്യത്തിന് ഉപ്പിട്ട് ഇളം ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളം അല്ല, എന്ന പച്ചവെള്ളം അല്ല, ഒരു ലേശ ചൂടുണ്ടാവണം. ഇത് നന്നായിട്ട് നമുക്ക് കുഴയ്ക്കാം. ഇത് അവൽ കുറച്ച് വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുമല്ലോ, അപ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം. അതെൻ്റെ കുഞ്ഞുമോളാട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം വെള്ളമെല്ലാം വലിച്ചെടുത്ത് ഒന്നും കൂടി ഡ്രൈ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഒരു ലേശം കൂടി വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തതാ, ഇതായിരിക്കണം പരുവം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി തയ്യാറാണേ. ഇനി അങ്ങോട്ട് സാധാരണ തന്നെ പുട്ടുണ്ടാക്കാം. ഇന്ന് ഞാൻ ചിരട്ടപ്പുട്ട ഉണ്ടാക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറ്റിപ്പുട്ടും ഉണ്ടാക്കാം. പക്ഷെ ചിരട്ടപ്പുട്ടാണെങ്കിൽ കുറച്ചും കൂടി കാണാനൊരു കൗതുകം ഉണ്ടാവും, പിള്ളേർക്ക് അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ ഞാനിത് കടലക്കറിയോ അതോ വേറെ നോൺ വെജ് കറിയുടെ കൂടെ അല്ല കേട്ടോ കൂട്ടിയത്. മധുരമാണ് ഇതിൻ്റെ മെയിൻ. സോ ഞാൻ ശർക്കര പൊടി കൊണ്ടാണ് ഇത് കോമ്പിനേഷനായിട്ട് കഴിക്കണം. അല്ലെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ അരിപ്പുട്ടാണെങ്കിലും ഗോതമ്പ് പുട്ടാണെങ്കിലും മാറി നിൽക്കും കേട്ടോ. നമ്മൾ സാധാരണ അവൽ നനച്ച് എല്ലാം ചെയ്യല്ലേ, ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയേ. അടിപൊളി കിഡ്ലോസ്കി ടേസ്റ്റാണ് ഇത് ശർക്കര പൊടി ഇട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലവ് യു ഓൾ, ബൈ.